Next is type of linked list. Okay. ഇപ്പോൾ 4 ടൈപ്പിലാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്, ദെൻ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമുക്ക് ഏത് ഡിസ്കസ് ചെയ്യാം? സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? നോഡ് വെച്ചിട്ടാണ്. ഓക്കെ, in singly linked list, node contain two part, that is data part and link part. This link part contain address of the next node. Okay, next node inde address ആയിരിക്കും ഈ ഒരു link പാർട്ടിൽ സ്റ്റോർ ചെയ്യുക. This is a pointer variable. Okay, ഇനി നമുക്കൊരു 3 നോഡുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഈ ഒരു നോഡിന്റെ അഡ്രസ്സ് 200 ആണെന്ന് വിചാരിക്കുക. ഈ ഒരു നോഡിന്റെ അഡ്രസ്സ് 300, ഈ ഒരു നോഡിന്റെ അഡ്രസ്സ് 400. ഓക്കെ, ഇനി this node contain two part. Here data part, that is 15. Here also data part 25. Here also data part 30. ഓക്കെ, ഈ ഒരു നോഡിലെ അഡ്രസ് പാർട്ട് എന്തായിരിക്കും? നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും, ദാറ്റ് ഈസ് 300. ഓക്കെ, ഇതൊരു പോയിന്റർ ആണ്, പോയിന്റർ ടു ദ നെക്സ്റ്റ് നോഡ്. ക്ലിയർ? ദെൻ ഈ ഒരു ലിങ്കിൽ എന്താണ് ഉണ്ടാവുക? നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും, ദാറ്റ് ഈസ് 400. ഇതെങ്ങോട്ട് പോയിന്റ് ചെയ്യും? അടുത്ത നോഡിലേക്ക് പോയിന്റ് ചെയ്യും. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ട് എന്താണ്? നൾ. കാരണം ഇതിന് ശേഷം ഒരു നോഡ് ഇല്ല. സോ ദിസ് ലിങ്ക് പാർട്ട് ഈസ് നൾ. ഇനി ഫസ്റ്റ് നോഡിന്റെ ലിങ്ക് സ്റ്റോർ ചെയ്യുക ഹെഡ് പോയിന്റർ വെച്ചിട്ടാണ്. ഹെഡ് ഓർ സ്റ്റാർട്ട് പോയിന്റർ. ദിസ് ഈസ് ഓൺലി എ പോയിന്റർ, നോട്ട് എ നോഡ്. ഓക്കെ, ദിസ് ഈസ് പോയിന്റ് ടു ഫസ്റ്റ് നോഡ്. അഡ്രസ് എന്താണ്? 200. ഈ ഒരു നോഡിന്റെ അഡ്രസ് ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദി റെപ്രസെന്റേഷൻ ഓഫ് 3 നോഡ്. 3 നോഡിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ പറഞ്ഞു നോഡ് ഉണ്ടാവും. നോഡിൽ 2 പാർട്ടാണുള്ളത്. എന്താണ്? ഡാറ്റ പാർട്ടും ഉണ്ടാവും, ലിങ്ക് പാർട്ടും ഉണ്ടാവും. ലിങ്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ട് എന്തായിരിക്കും? നൾ ആയിരിക്കും. ഓക്കെ, ഇനി സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ ട്രാവേഴ്സിങ് നടക്കുന്നത് ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ ട്രാവേഴ്സിങ് നടക്കുകയുള്ളൂ. ഓക്കെ, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ ട്രാവേഴ്സിങ് പോസിബിൾ ഉള്ളൂ. ഓക്കെ, ബാക്ക്വേർഡ് പോസിബിൾ അല്ല. ഇനി ഈ ഒരു നോഡ് നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുക? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രീവിയസ് വീഡിയോയിൽ. കാണാത്തവരൊന്ന് ആ വീഡിയോ കാണുക. ഓക്കെ, നമ്മളൊരു നോഡ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. കളക്ഷൻ ഓഫ് നോഡ്സ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് നോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആയ സ്ട്രക്ചർ വേണം. സോ സ്ട്രക്ട് നോഡ്, ഇതിൻ്റെ നെയിമാണ് നോഡ്. ദെൻ കണ്ടെയ്ൻസ് 2 പാർട്ട്. ഇന്ന് ഡാറ്റ പാർട്ടാണ്. ഡാറ്റ പാർട്ടിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റിജർ ആണ്. ദെൻ അടുത്തത് ലിങ്ക് പാർട്ടാണ്, ലിങ്ക് ടു നെക്സ്റ്റ് നോഡ്. ഓക്കെ, അതൊരു പോയിന്റർ വേരിയബിൾ ആണ്. സ്ട്രക്ട്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രക്ട്. നോഡ് അടുത്തൊരു നോഡിലേക്കുള്ള പോയിന്റർ ആണ്. സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോഡിന്റെ എന്താണ്? നെക്സ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ടാണ്, പോയിന്റർ വേരിയബിൾ ആണ് ഏത്? ഈ ഒരു പാർട്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിലെ നോഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതാണ് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഈ ഒരു ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു ഡാറ്റ പാർട്ടും ഉണ്ടാവും, അതേപോലെ 2 പോയിന്റർ ഉണ്ടാവും. ഓക്കെ, 2 ലിങ്ക് പാർട്ട് ഉണ്ടാവും. ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്, ഈ പേരിൽ പറയുന്നത് പോലെ തന്നെ ഡബിൾ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഒരു ഡാറ്റ പാർട്ട് ഉണ്ടാവും,
പിന്നെ രണ്ട് ലിങ്ക് പാർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒന്ന് നെക്സ്റ്റ് നോഡിന്റെ ലിങ്ക്. ഓക്കെ, ദിസ് ഈസ് ദി നെക്സ്റ്റ്. ദെൻ പ്രീവിയസ് നോഡിന്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റിന് എന്തുണ്ടാവും? രണ്ട് ലിങ്ക് പാർട്ട് ഉണ്ടാവും. ഒന്ന് പ്രീവിയസ് ലിങ്കിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനും ഒന്ന് നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനും. ഓക്കെ, ദിസ് ഈസ് ഈ രണ്ട് ലിങ്കും എന്താണ്? പോയിന്റർ ആണ്. ഓക്കെ, ഇനി ഇങ്ങനെയാണിത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെന്താണ്? പോയിന്റർ ആണ്. ദിസ് ഈസ് ഓൾസോ പോയിന്റർ. പോയിന്റർ ടു പോയിന്റർ 1. ഇനി ഇതെങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഒരു 3 നോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, ഇതിൽ എന്തുണ്ട്? ഡാറ്റ പാർട്ട് ഉണ്ട്, അഡ്രസ് 400, ദിസ് ഈസ് 300, ദിസ് ഈസ് 200. ഓക്കെ, ഈ ഒരു നോഡ് എടുത്ത് നോക്കുക. ഇതിൽ രണ്ട് ലിങ്ക് പാർട്ട് ഉണ്ട്. ഈ ഒരു ലിങ്ക് പാർട്ടിൽ എന്താണ് ഉണ്ടാവുക? നെക്സ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ട്. നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 300 ആണ്. അതെവിടെ സ്റ്റോർ ചെയ്യും? 300. ഓക്കെ, പോയിന്റർ ടു നെക്സ്റ്റ് നോഡ്. ഇനി ഇതിലെന്താണ്? 400 പോയിന്റ് ടു നെക്സ്റ്റ് നോഡ്. ഇത് ഇവിടെ എന്താണ്? നൺ. നെക്സ്റ്റ് ഒരു നോഡില്ല, സോ ദിസ് ലിങ്ക് ഈസ് നൺ. ഓക്കെ, ഇനി എന്താണ്? പ്രീവിയസ് പോയിന്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? 200. ഇനി പ്രീവിയസ് ലിങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഈ ഒരു നോഡിന്റെ ഈ ലിങ്ക് പാർട്ട് എന്തായിരിക്കും? പ്രീവിയസ് നോഡ് 300 ആണല്ലോ അതിന്റെ അഡ്രസ്. അതാണ് ഇവിടെ സ്റ്റോർ ചെയ്യുക, ഇവിടെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ദെൻ പോയിന്റ് ടു ദിസ് നോഡ്. ഇനി ഈ ഒരു ലിങ്കിൽ എന്താണ് സ്റ്റോർ ചെയ്യുക? തൊട്ട് മുന്നേ ഉള്ള നോഡിന്റെ അഡ്രസ്, ദാറ്റ് ഈസ് 200. ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ തൊട്ട് മുന്നിലെ ഒരു അഡ്രസ് ഉണ്ടോ? ഇല്ല. സോ അഡ്രസ് മീൻസ് നോഡ് ഉണ്ടോ നോക്കൂ. ഇല്ല. ഇതെന്തായിരിക്കും? നൺ. ഇതാണ് ഡബ്ലി ലിങ്ക് ലിസ്റ്റിന്റെ റെപ്രസെന്റേഷൻ. ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റില് രണ്ട് ലിങ്ക് പാർട്ട് ഉണ്ടാവും. ഒന്ന് പ്രീവിയസ് നോഡിന്റെ ലിങ്കിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്കും നെക്സ്റ്റ് നോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്കും ഉണ്ടാവും. പിന്നെ ഒരു ഡാറ്റ പാർട്ടും ഉണ്ടാവും. ട്രാവേഴ്സില് ബാക്ക്വേർഡിലും നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം, ഫോർവേഡ് ഡയറക്ഷനിലും നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ റൈറ്റ് ചെയ്യാം? ഈ ഒരു നോഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വി ക്യാൻ യൂസ് സ്ട്രക്ട്. ദിസ് ഈസ് ഓൾസോ എ നോഡ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻ ഡാറ്റ പാർട്ട് ഇൻറ്റു ഡാറ്റ, ദെൻ ടു ലിങ്ക് പാർട്ട്. ഓക്കെ, അതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നോഡ് സ്റ്റാർ നെക്സ്റ്റ് ഉണ്ടാവും, സ്ട്രക്ട് നോഡ് സ്റ്റാർ പ്രീ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡബ്ലി ലിങ്ക് ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തതാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ലിങ്ക് ലിസ്റ്റ് തന്നെ, പക്ഷെ അവിടെ ഒരു സർക്കിൾ ഫോം ചെയ്യും. ഇറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് സിംഗിളി ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നോഡ്, ദെൻ ഇവിടെ ഡാറ്റ പാർട്ട് ഉണ്ട്, ലിങ്ക് പാർട്ട് ഉണ്ട്. 3 നോഡുള്ള ഒരു ലിങ്ക് ലിസ്റ്റ് എടുക്കാം. 10, 200, then 20, 300, 30, none, 300, this is 200, 100. ഓക്കെ, ഈ സർക്കുലർ ലിങ്ക് ലിസ്റ്റില് ഇതൊരു സിംഗിളി ലിങ്ക് ലിസ്റ്റ് അല്ലേ, ഇതിന്റെ ഒരു വേരിയേഷൻ ആണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു. സർക്കുലർ ലിങ്ക് ലിസ്റ്റില് ഒരു സർക്കിൾ ഫോം ചെയ്യും. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ട് ഫസ്റ്റ് നോഡുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ടിൽ എന്ത് സ്റ്റോർ ചെയ്യും? ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുക? ഫസ്റ്റ് നോഡിലേക്ക്
പോയിന്റ് ചെയ്യും. ദിസ് ഈസ് എ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റില് ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ട് എങ്ങോട്ടേക്ക് ചെയ്യും? ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, നള്ളായിരിക്കില്ല, ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും. അതാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. റെപ്രസെന്റേഷൻ ഒക്കെ പ്രോഗ്രാമിൽ റൈറ്റ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് ഡാറ്റ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് ഡബ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ ഡബ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? അതിൽ രണ്ട് ലിങ്ക് പാർട്ട് ഉണ്ടാവും. ഒന്ന് നെക്സ്റ്റ് ലിങ്കും ഒന്ന് പ്രീവിയസ് ലിങ്കും ദെൻ ഒരു ഡാറ്റ പാർട്ട് ഉണ്ടാവും. ഓക്കെ, പ്ലസ് എന്തുകൂടെയാണ്? സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റും കൂടി ചേർന്നതാണ് ഡബ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 3 നോഡുള്ള സർക്കുലർ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, 100, 200, 300. ദെൻ ഇതിൽ 300 വരും. ദെൻ ഇവിടെ 200 വരും. ദെൻ ഇവിടെ 100 വരും. ഇത് നള്ള്, ഇത് നള്ള്. ദെൻ ഇതിലെന്ത് വരും? 100 വരും. ദെൻ ഇതിൽ 200 വരും. ദിസ് ഈസ് ദി ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി ഇതെങ്ങനെ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആവും? ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് പോയിന്റ് ടു ഫസ്റ്റ് നോഡ്. ലാസ്റ്റ് നോഡിൽ ഏത് അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക? 100. ഓക്കെ, ഇനി ഒരു വ്യത്യാസവും കൂടെ ഉണ്ട്. ഈ ഫസ്റ്റ് നോഡില് ഏതിന്റെ അഡ്രസ് ആണ് ഉണ്ടായിരിക്കുക? ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ 300. ദിസ് ഈസ് പോയിന്റ് ടു ദിസ് നോഡ്. ദിസ് ഈസ് ദി സർക്കുലർ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ മറ്റേ നമ്മൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ ചെയ്ത പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ ചെയ്തതുപോലെ തന്നെയാണ് ഈ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഡബ്ലി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആയിരിക്കും. അതിനെന്ത് ചെയ്യും? ഒരു സർക്കിൾ ഫോം ചെയ്യും. സർക്കിൾ ഫോം ചെയ്യുന്നത് ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ട് ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും. അതേപോലെ ഫസ്റ്റ് നോഡിന്റെ പ്രീവിയസ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ദാറ്റ്സ് ഓൾ. ഇത്രയാണ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓരോ ഓപ്പറേഷനും അതേപോലെ അതിൻ്റെ പ്രോഗ്രാം അൽഗോരിതം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.